ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ചാനൽ. എല്ലാവർക്കും നമ്മുടെ പുതിയ വീട്ടിലേക്ക് സ്വാഗതം. അപ്പോൾ രാവിലെ തന്നെ നമുക്കൊരു ചായ കുടിച്ചിട്ട് തുടങ്ങാം അല്ലേ. അപ്പോൾ ഇന്ന് രാവിലത്തെ വീഡിയോ ആണ് ഗൈസ്. ഒരു സ്പെഷ്യൽ കറി ഉണ്ടാക്കുന്ന വീഡിയോ നിങ്ങളെയൊക്കെ അവിടെ കാണിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മുടെ വീഡിയോസൊക്കെ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ നമ്മുടെ ചാനൽ കയറി ചെക്ക് ചെയ്തിട്ട് വീഡിയോസൊക്കെ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൊണ്ടേ ഗൈസ്. അപ്പോൾ ഇന്ന് ഇത് വഴുതനങ്ങയും കിഴങ്ങും കൂടെ വെച്ചൊരു കറിയാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. ഇവിടെ ഇങ്ങനത്തെ വെറൈറ്റി കറികളൊക്കെ ഉണ്ട്. മത്തങ്ങയും കിഴങ്ങും കൂടെ വെച്ച് ഒരു മെഴുക്കുവരട്ടി പോലത്തെ ഒരു കറിയുണ്ട് ഗൈസ്. ഒരു ദിവസം അത് വെക്കുമ്പോൾ ഞാൻ എൻ്റെ വീഡിയോ അപ്ലോഡ് ചെയ്യാം കേട്ടോ. ആദ്യം എനിക്കിത് കാണുന്നത് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. കാര്യം വഴുതനങ്ങ എന്നൊരു സാധനം എനിക്ക് ഇഷ്ടമല്ല, ഇപ്പോഴും എനിക്ക് ഇഷ്ടമല്ല ഗൈസ്. എങ്കിലും ഇതിനകത്ത് കിഴങ്ങ് ഞാൻ പെറുക്കി തിന്നും, വഴുതനങ്ങ അങ്ങ് മാറ്റി വെക്കും. അങ്ങനെയാണ് എൻ്റെ പരിപാടി എന്ന് പറയുന്നത്. ഞങ്ങളുടെ വീട്ടിലൊക്കെ വഴുതനങ്ങ സാമ്പാർ കിറ്റിനകത്തൊക്കെ കിട്ടുകയാണെങ്കിൽ ഞങ്ങളുടെ അമ്മ എടുത്ത് കളയാറാണ് പതിവ്. അപ്പം നോക്കിയപ്പോൾ ഒരാൾ ഭയങ്കര കൂലങ്കഷിതമായി ആലോചിച്ചുകൊണ്ട് കിണറ്റുംകരയിൽ പോയി നിന്ന് ചായ കുടിക്കുന്നു ഗൈസ്. അത് കഴിഞ്ഞിട്ട് നമ്മൾ വഴുതനങ്ങയും ആദ്യം ഉള്ളിയും പച്ചമുളകും എണ്ണ ഒഴിച്ചിട്ട് വഴറ്റിയിട്ട് പിന്നെ വേണമെങ്കിൽ പെരിഞ്ചീരകം ഇടാം കേട്ടോ. അത് കഴിഞ്ഞിട്ട് നമ്മുടെ വഴുതനങ്ങയും കിഴങ്ങും ആദ്യം കിഴങ്ങ് ഇട്ടിച്ചിട്ട് കഴിഞ്ഞിട്ട് വഴുതനങ്ങയും കൂടെ ഇടണം. അത് കഴിഞ്ഞ് അതിനകത്തോട്ട് മല്ലിപ്പൊടി, മുളക് പൊടി, ഗരം മസാലപ്പൊടി, മീൻസ് നമ്മൾ വീട്ടിൽ ഫ്രഷ്ലി പ്രിപ്പയർ ചെയ്ത ഗരം മസാലയല്ലേ, അതും കൂടെ ആഡ് ചെയ്യണം. എന്നിട്ട് നമ്മൾ നന്നായിട്ട് വഴറ്റിയിട്ട് കുറച്ച് വെള്ളം കൂടെ ഒഴിക്കണം. എന്നിട്ട് തക്കാളിക്കായി ഇടണം ഗൈസ്. ഇത്രയേ ഉള്ളൂ കേട്ടോ. സിമ്പിൾ കറിയാണ്. തേങ്ങ വേണ്ട, വേറെ ഒരു ഐറ്റംസും വേണ്ട, തേങ്ങാപ്പാലും വേണ്ട, ഒന്നും വേണ്ട. ചപ്പാത്തിയുടെ കറി റെഡി. ഞങ്ങളുടെയൊക്കെ വീട്ടിലാണെങ്കിൽ തേങ്ങാപ്പാൽ പിഴിയണം, കടലക്കറി ആണെങ്കിൽ അത് വേണം, ഗ്രീൻ പീസ് കറി ആണെങ്കിൽ തേങ്ങാപ്പാൽ വേണം, തേങ്ങ അരച്ച കറി വേണം, എന്തൊക്കെ പരിപാടിയാണ് ആണല്ലേ. ഇവിടെ കോളിഫ്ലവർ, മത്തങ്ങ, ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ ഇങ്ങനെയാണ് ഗൈസ് വെക്കുന്നത്. ചുമല കളറിലെ കറി. ഇവിടെ ചപ്പാത്തിയുടെ കൂടെ ആദ്യമൊന്നും എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു അക്സെപ്റ്റ് ചെയ്യാനായിട്ട്. പിന്നെ ഇതെല്ലാം നോർത്തിലെ കറികളാണ് കേട്ടോ. വഴുതനങ്ങയൊക്കെ അവിടെ പല വെറൈറ്റി കിട്ടുമെന്നാണ് അമ്മ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പല വെറൈറ്റി വഴുതനങ്ങ കിട്ടും, പല ടൈപ്പ്, പല കറികൾ അവർ വെക്കും. ഈ വഴുതനങ്ങ ചുട്ടിട്ട് അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞിട്ടൊരു കറി ഉണ്ടെന്നാണ് അമ്മ പറയുന്നത്. നമുക്ക് പറ്റുവാണെങ്കിൽ ഗൈസ് ആ വീഡിയോസൊക്കെ നമുക്ക് അപ്ലോഡ് ചെയ്യാം കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇതിന് ആവി വരാനായിട്ട് വെച്ചിട്ട്, പ്രഷർ വരാനായിട്ട് വെച്ചിട്ട് ഞങ്ങൾ വെളിയിൽ പോയപ്പോൾ അച്ഛനും മോനും കൂടെ ഇവിടെ ഭയങ്കര കളിയാണ്. ഇവിടെ രണ്ടുപേരുടെ കാർ ഓടിക്കുകയാണ് ഗൈസ്. അപ്പോൾ ഇശാങ്കൂട്ടാണ് റിമോട്ട് വേണം. അതിൻ്റെ പുറകിലത്തെ ആ സാധനം പോയതുകൊണ്ട് ബാറ്ററി ഒക്കെ പോകുമെന്ന് പറഞ്ഞ് വിഷയട്ടം കൊടുക്കാതെ അവനെ കളിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇങ്ങനെയൊക്കെ ചില സമയത്തൊക്കെ നമുക്ക് ഇങ്ങനെ വന്നിരിക്കാൻ പറ്റത്തുള്ളൂ. ഇന്ന് വലുതായിട്ട് പണിയൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാനും അമ്മയും ഈ കളികൾ കാണാനായിട്ട് വന്നിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ വിഷ്ണുവേട്ടനാണെങ്കിൽ ആ കാറ് റിമോട്ട് വെച്ച് ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അവനാണെങ്കിൽ അത് ഭയങ്കര പേടി. അവൻ്റെ വിചാരം അത് ഗോസ്റ്റാണ് വരുന്നതെന്നും പറഞ്ഞ് അവനെ അവിടെ എല്ലാം ഇട്ട് ഓടിക്കുകയാണ് കേട്ടോ. ഇത് ഗേറ്റ് കയറിയ വീഡിയോ ഒക്കെ ആണ്. പക്ഷേ ഇതൊക്കെ അപ്ലോഡ് ചെയ്താൽ എന്തെങ്കിലും റെസ്ട്രിക്ഷൻസ് വരുമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ അപ്ലോഡ് ചെയ്യുന്നത്. അവിടെ കയറിയിരിക്കുന്നുണ്ടോ. അപ്പോൾ അമ്മ പറയുകയാണ് അമ്മ ശരിക്കും വിചാരിച്ചത് ഗോസ്റ്റാണ്, അല്ല ഗോസ്റ്റ് അല്ല, ശരിക്കും ഇത് തന്നെ ഓടുന്നതാണെന്ന്. അപ്പോൾ ബാക്കി വിശേഷങ്ങളൊക്കെ ആയിട്ട് അടുത്തൊരു വീഡിയോയിൽ കാണാം ഗൈസ്. ടാറ്റാ, ബൈ ബൈ.